ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12th 10th ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP. നമ്മളിതുവരെ HTML, അതുപോലെ ജാവാസ്ക്രിപ്റ്റ്, SQL എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസിലൊക്കെയാണ് നമ്മൾ നോക്കി വന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് PHP എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. PHP ഒരു സെർവർ സൈഡ് ലാംഗ്വേജ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസും എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സും എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ HTML പഠിച്ചു, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പഠിച്ചു അല്ലേ, ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ HTML പഠിക്കുമ്പോൾ പഠിച്ചതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സും ഉണ്ട്, അതുപോലെ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ക്ലയൻറ്റ് സൈഡ് നമ്മൾ പഠിച്ചപ്പോൾ ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് എന്നുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മളൊരു ചാപ്റ്ററായിട്ട് തന്നെ പഠിച്ചു. എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നു, അതുപോലെ തന്നെ എങ്ങനെ HTML എംബഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒപ്പം തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലാണ് PHP, ASP, JSP, Perl എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു PHP ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വരാം ഓവർവ്യൂ ഓഫ് PHP. PHP എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ ഉപയോഗിച്ചു പോകുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മളുടെ PHP. നെക്സ്റ്റ് പറയുന്നത് ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PHP കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. ഡൈനാമിക് വെബ് പേജ് എന്താ, നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ്, ഡൈനാമിക് വെബ് പേജ് എന്നൊക്കെ ഉള്ള കാറ്റഗറൈസേഷൻ പഠിച്ചതാണ് അല്ലേ. ഡൈനാമിക് വെബ് പേജ് എന്ന് വെച്ചാൽ സെർവറായിട്ട് കണക്ട് ചെയ്ത്, ഡാറ്റാബേസായി കണക്ട് ചെയ്ത് അതിലെ ഡാറ്റയൊക്കെ അതിനനുസരിച്ച് മാറുന്ന ആ ഒരു പേജസിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും PHP എന്ന് പറയുന്ന ലാംഗ്വേജ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള PHP നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് PHP എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം, PHP സ്റ്റാൻഡ്സ് ഫോർ PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. വൺ വേർഡ് ചോദിക്കുന്നതാണ്. PHPയുടെ ഫുൾ ഫോമാണ് PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഇനി PHP എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഒരു വെബ് സെർവറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, PHP റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും അതുപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PHP യൂസ് ചെയ്തിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. കാരണം PHP ഒരു സെർവർ സൈഡ് അല്ലെങ്കിൽ ഒരു വെബ് സെർവറിൽ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏത് പ്ലാറ്റ്ഫോമാണ്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ളതൊന്നും ബോദർ ചെയ്യുന്നില്ല. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് ഈസിലി PHPനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് PHP ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്, പിന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൂടിയാണ്. ജാവാസ്ക്രിപ്റ്റിന് HTML കോഡിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ PHP സ്റ്റേറ്റ്മെൻറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു HTML കോഡിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതി അതിനെ റൺ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ റിസൾട്ടായിട്ട്, അതായത് ഇപ്പോൾ ഒരു HTML പേജിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ PHPനെ എംബഡ് ചെയ്തിട്ടാണ് നമ്മൾ റൺ ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് HTML ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു PHPയുടെ ഇൻട്രൊഡക്ഷൻ പറയാം. ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ PHP സ്ക്രിപ്റ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിൻ്റെ ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ മിക്ക ഡാറ്റാബേസസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ MySQL, ഇൻഫോമിക്സ്, ഒറാക്കിൾ, സൈബേസ്, സോളിഡ്, PostgreSQL, JenericDBC എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഡാറ്റാബേസുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ടു ഡൗൺലോഡ് ആൻഡ് യൂസ് അല്ലേ. നമുക്ക് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും യൂസ് ചെയ്യാനും നമുക്ക് കോഡ് എഴുതാനൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ഇനി PHPയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. PHP യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മളുടെ ബെനഫിറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. As PHP can be easily embedded into HTML, it is easy to convert an already existing static web page into dynamic code. അതായത് ഇപ്പോൾ HTML പേജിൽ അല്ലെങ്കിൽ HTML കോഡിൻ്റെ ഉള്ളിൽ PHPനെ എംബഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു വെബ്സൈറ്റിനെ നമുക്ക് ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റാബേസസ്. നമ്മൾ നേരത്തെ ഓവർവ്യൂ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി ഓഫ് ഡാറ്റാബേസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ.
ഇനി നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് പ്ലാറ്റ്ഫോം ആൻഡ് ക്യാൻ റൺ അക്രോസ് വിൻഡോസ്, ലിനക്സ് ഓർ മാക് സെർവേഴ്സ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോസ്, ലിനക്സ്, മാക് ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കതിനെ പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഇറ്റ് സപ്പോർട്ട്സ് മോസ്റ്റ് കറൻറ്റ് വെബ് സെർവേഴ്സ് ആൻഡ് ഇൻ്റർഫേസസ് വെരി ഈസിലി വിത്ത് അപ്പാച്ചെ MySQL. അതായത് ഇപ്പം വെബ് സെർവറായിട്ടുള്ള അപ്പാച്ചെ MySQL പോലെയുള്ള വെബ് സെർവേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ലേൺ. PHP എന്ന് പറയുന്ന ലാംഗ്വേജ് സിമ്പിൾ തന്നെയാണ്. നമ്മൾ ഇത്രയും ലാംഗ്വേജസ് പഠിച്ചതിൻ്റെ ഒരു ബേസിസിൽ ജാവാസ്ക്രിപ്റ്റും അതുപോലെ തന്നെ HTML, C++ ഒക്കെ പഠിച്ചതിൻ്റെ ബേസിൽ വെച്ച് നോക്കുമ്പോൾ PHP നമുക്ക് പഠിച്ചെടുക്കാനൊക്കെ എളുപ്പം തന്നെയാണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് മച്ച് ഫാസ്റ്റർ ദാൻ അതർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സിൻസ് PHP ഡസ് നോട്ട് യൂസ് എ ലോട്ട് ഓഫ് സിസ്റ്റംസ് റിസോഴ്സസ് ഇൻ ഓർഡർ ടു റൺ. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സിസ്റ്റം റിസോഴ്സുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ PHP നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്ററായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് PHP എന്ന് പറയുന്നത്. PHP ഓഫേഴ്സ് മെനി ലെവൽസ് ഓഫ് സെക്യൂരിറ്റി ടു പ്രിവെൻറ്റ് മാലീഷ്യസ് അറ്റാക്സ്. അതായത് അത്രയും ഹൈ സെക്യൂരിറ്റി നമുക്ക് PHP പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഹ്യൂജ് സപ്പോർട്ട് ഫ്രം ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി അല്ലേ. അതിന് PHPക്ക് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വലിയൊരു സപ്പോർട്ട് തന്നെ PHP എന്ന് പറയുന്ന ലാംഗ്വേജിന് കിട്ടുന്നുണ്ട്. PHP ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആൻഡ് ക്യാൻ ലീഗലി ബി യൂസ്ഡ് ഫോർ പേഴ്സണൽ ആൻഡ് കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. പേഴ്സണലായിട്ടും കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, PHPനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് PHPയുടെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ബേസിക്സ് ഓഫ് PHP. അതായത് ഇപ്പം എങ്ങനെ ഒരു PHP റൺ ചെയ്യാം, എങ്ങനെ PHP ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോണത്. അപ്പോൾ ബേസിക്സ് ഓഫ് PHPയിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് സെറ്റിംഗ് അപ്പ് ദി ഡെവലപ്മെൻറ്റ് എൻവിയോൺമെൻറ്റ്. നമുക്ക് PHP കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു എൻവിയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് PHP ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ PHP സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ് സെർവറും PHP ഇൻ്റർപ്രിറ്ററും നമുക്ക് വേണം. അത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് PHP റൺ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രണ്ടും സെപ്പറേറ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും, അല്ലാതെ ഒരു പാക്കേജായിട്ട്, ഒരു സോഫ്റ്റ്വെയർ പാക്കേജായിട്ട് ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ട് വാമ്പ്, ലാമ്പ്, സാമ്പ് എന്നൊക്കെ പറയുന്ന ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്. അപ്പം കൂടുതലായിട്ട് നമ്മൾ സാമ്പൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാറ്. ഇതിൻ്റെ മൂന്നിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ വിൻഡോസിലായിരിക്കും അത് സപ്പോർട്ട് ചെയ്യുക. ലാമ്പ് എന്ന് പറയുന്നത് ലിനക്സിൽ സപ്പോർട്ടുള്ളതായിരിക്കും. സാമ്പ് എന്ന് പറയുന്നത് വിൻഡോസിലും ലിനക്സിലും സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും സാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്യാറ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെബ് ബ്രൗസറിൽ http://localhost അങ്ങനെയോ അല്ലെങ്കിൽ http://127.0.0.1 എന്ന് പറയുന്ന URL ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയോ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് അതിൻ്റെ ഒരു എൻവിയോൺമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. രണ്ടാമത്തെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു PHP കോഡ് എഴുതുന്നതിൻ്റെയും റൺ ചെയ്യുന്നതിനെയും പറ്റിയിട്ടാണ്. ഇപ്പം നമ്മളൊരു PHP എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് തുടങ്ങാനൊരു ടാഗ് വേണം. ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ, HTMLൻ്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മളെന്താ, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ടായിരിക്കും സ്ക്രിപ്റ്റിംഗ് കോഡ് നമ്മൾ എഴുതുക. അതിന് ശേഷം സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിനെ HTMLൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ PHP നമുക്ക് HTMLൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PHP കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, PHPയുടെ ടാഗുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്പണിംഗ് ടാഗായിട്ട് $****PHP. ഇതാണ് PHP സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ടാഗ്. ഇതെഴുതുക. അതിനുശേഷം എന്താണോ PHP കോഡ് അത് നമ്മൾ എഴുതുന്നു. അതിനുശേഷം ലാസ്റ്റ് എൻഡിൽ $****, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ PHP ഇതിൻ്റെ ഉള്ളിലായിരിക്കും PHP കോഡ് എംബഡഡ് ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എഴുതിയ കോഡ് .php എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ട് സേവ് ചെയ്യണം. ഇപ്പോൾ സാമ്പിൾ എന്നാണ് ഞാനിപ്പോൾ എഴുതുന്ന PHP കോഡ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫയലിന് ഞാൻ സാമ്പിൾ എന്നാണ് പേരിടുന്നെങ്കിൽ എങ്ങനെ സേവ് ചെയ്യണം, sample.php. അപ്പോൾ അതിനെ PHP ഫയലായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ റൂട്ട് ഡയറക്ടറിയിൽ, അതായത് നമ്മൾ സെർവർ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ, ആ ഒരു ഡയറക്ടറിയിൽ വേണം
സേവ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റെപ്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് റൺ ചെയ്യിക്കുന്നത് എന്നുള്ളതിൻ്റെ. സ്റ്റെപ്പ് 1 പറയുന്നത് നമ്മളൊരു എഡിറ്റർ എടുക്കുന്നു, നോട്ട് പാഡ്. ഇപ്പോൾ നമുക്ക് PHP എഴുതാനായിട്ട് അതിൻ്റേതായിട്ടുള്ള എഡിറ്ററൊന്നും വേണ്ട, നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നോട്ട് പാഡിലൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ, ഇപ്പോൾ നോട്ട് പാഡ് ആണെങ്കിൽ നോട്ട് പാഡ് അതെടുക്കുക, നമ്മുടെ കോഡ് എഴുതുക. PHPയുടെ ഓപ്പണിംഗ് ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റെപ്പ് 1 എഴുതിയിട്ടുണ്ട്. ആ ഒരു ഓപ്പണിംഗ് ടാഗ് അവിടെ എഴുതിയിട്ടുണ്ട്, ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ് (PHP). അതിൻ്റെ ഉള്ളിൽ എക്കോ മൈ ഫസ്റ്റ് PHP പ്രോഗ്രാം. എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രിൻ്റ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല, അതേപോലെ എക്കോ യൂസ് ചെയ്തിട്ട് കോഡ്സിൽ നമ്മൾ എഴുതുമ്പോൾ അത് നമ്മളുടെ സ്ക്രീനിൽ വരും, ഔട്ട്പുട്ടായിട്ട് വരും. അപ്പോൾ അതാണ്. അപ്പോൾ എക്കോയിൽ നമ്മൾ ഒരു സിംഗിൾ കോഡ്സിൽ നമ്മൾ എഴുതി മൈ ഫസ്റ്റ് PHP പ്രോഗ്രാം. അതിന് ശേഷം PHPയുടെ ടാഗ് ക്ലോസ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 പറയുന്നത് എന്താ, അതിനെ .php എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ട് സേവ് ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട് റൂട്ട് ഡയറക്ടറിയിൽ സേവ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു റൂട്ട് ഡയറക്ടറിയിൽ എന്താണോ പേര്, ആ പേര് കഴിഞ്ഞതിന് ശേഷം .php എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് example.php എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റെപ്പ് 3 നോക്കുക, സ്റ്റാർട്ട് ദ വെബ് സെർവർ ഇഫ് ഇറ്റ് ഈസ് ഓൺ. അല്ലേ, വെബ് സെർവർ ഓൺ ആണെന്നുണ്ടെങ്കിൽ, സാമ്പിൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 4 നമുക്ക് എന്താ http:/localhost/example.php എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അഡ്രസ് ബാറിൽ ഈ URL കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഔട്ട്പുട്ട് ഫിഗർ 10.1 കാണുന്ന പോലെ മൈ ഫസ്റ്റ് PHP പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ എഴുതുമ്പോൾ ഇൻറ്റേർണലി അവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ആ ഒരു അഡ്രസ് ബാറിൽ HTTP എന്ന് പറയുന്ന ആ ഒരു URL വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു റിക്വസ്റ്റ് വെബ് സെർവറിലേക്ക് പോകും. വെബ് സെർവർ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് ഇതൊരു PHP സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ എൻജിനിൽ അത് എന്ത് ചെയ്യുന്നു, അതിനെ റൺ ചെയ്തെടുക്കുന്നു. അതിനുശേഷം റണ്ണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഔട്ട്പുട്ട്, അത് ഒരു HTML കണ്ടൻറ്റായിട്ട് നമുക്ക് നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് തരും. ഇങ്ങനെയാണ് ഇൻറ്റേർണലി അവിടെ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യം കമ്പൈനിങ് HTML ആൻഡ് PHP. നമ്മൾ പറഞ്ഞു PHPനെ HTMLൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. പ്രോഗ്രാം 10.1 PHP സ്ക്രിപ്റ്റ് ഇൻ HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് എഴുതി, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ എഴുതി മൈ ഫസ്റ്റ് PHP പേജ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എംബഡ് ചെയ്യാനുള്ള PHP കോഡ് എഴുതുന്നത്. നമ്മൾ നേരത്തെ കണ്ട അതേ കോഡ് തന്നെ ഇവിടെ എഴുതുകയാണ്. PHP ടാഗ് ഓപ്പൺ ചെയ്ത് എക്കോയിൽ H2 ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു ഹെഡിങ്ങിനെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, വെൽക്കം ടു PHP എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സെമികോളനിട്ട് PHP ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇവിടെ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു PHP നമ്മൾ HTMLൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്യുന്നത്.